മുതലാളി ഇതുപോലത്തെ ഒരു സൈക്കിൾ എനിക്ക് മേടിച്ചു തരാവോ? തൽക്കാലം നീ ഇങ്ങനെ നടന്നാ മതി. ശരിയാ, ഇതൊക്കെ ഓടിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ വികലാംഗനാണെന്ന് നാട്ടുകാർ പറയും. ഇതാവുമ്പോ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. കൊറേ ആയല്ലേ വെട്ടി വിഴുങ്ങുന്നേ. കിലോയ്ക്ക് എന്നാ വില എന്നാ വിചാരം? ഞാൻ ഒരു വർഷം കൂടെ ഇവിടെ ജോലി ചെയ്ത് ഈ കടം കൂടെ വീട്ടിക്കോളാം മുതലാളി. മുതലാളി കുപ്രാക്കളത്തിൽ നിന്ന് തന്ന കാശ, പുതുശ്ശേരിയിൽ നിന്ന് കാശ മുതലാളി. 10-20 കൊല്ലം മുമ്പ് എന്റെ അച്ഛൻ മുതലാളിക്ക് ഒരു 2000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ അച്ഛന് വിശ്വാസമില്ലാത്തതുകൊണ്ട് 2000 രൂപ കിട്ടുന്നത് വരെ ഇവൻ ഇവിടെ ഉരുപ്പടിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയതല്ലേ മുതലാളി. ഇത്രയും കൊല്ലം ഈ വീട്ടിലും കൊപ്രാക്കളത്തിലും ഞാൻ മരിച്ച് പണിയെടുത്തിട്ടും അച്ഛന്റെ കടം തീർന്നിട്ടില്ലെന്ന് മുതലാളി പറയുന്നത്. എന്നിട്ട് നീ ഇത് അപ്പനോട് ചോദിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ചോദിച്ചതല്ലേ. അപ്പൊ മുതലാളി പറയാ, ഞാനിവിടെ താമസിച്ചെന്റെ ഭക്ഷണം കഴിച്ചെന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ശരിയാണല്ലോ, സത്യം പറഞ്ഞ ആ കണക്ക് ഞാൻ ഓർത്തതുമില്ല. പിന്നെ ഞാൻ മിണ്ടാനും